അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ബഹുമാന്യരായ അൺമാസ്കിംഗ് അനോമലീസിൻ്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഉപമയിൽ നിന്ന് തുടങ്ങാം. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഒരു ഹദീസിലാണതുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് ഒരു ഉപമ പറയുകയാണ്. ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, അതിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. കപ്പലിൻ്റെ മുകൾ തട്ടിലുള്ളവരും താഴെ തട്ടിലുള്ളവരും. അപ്പോൾ ഈ കപ്പലിലെ കുടിവെള്ള സംഭരണി എന്നുള്ളത് മുകൾ തട്ടിലാണുള്ളത്. താഴെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അവർ മുകൾ തട്ടിൽ പോയി വെള്ളം ശേഖരിച്ച് വരണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ താഴെ തട്ടിലുള്ള ആളുകൾക്ക് തോന്നി, നമ്മളിങ്ങനെ ഓരോ തവണ പോകുമ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ, ഒരു മുകളിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ അവരുടെ അടുത്തു കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കപ്പലിൻ്റെ നമ്മൾ താഴെ തട്ടിലാണുള്ളത്, ഈ താഴെ തട്ടിൻ്റെ അടിഭാഗം അത് കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെള്ളം കിട്ടുമല്ലോ, നമ്മൾ കപ്പലിലൂടെ യാത്ര ചെയ്യാണ്, വെറുതെ മുകളിലുള്ള ആളുകളെ നമുക്ക് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതൊരു സാങ്കല്പികമായ ഒരു ഉപമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫഇൻ തറക്കൂഹും വമ അറാദു ഹലകു ജമിയാൻ. അപ്പോൾ ഇവരിങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഇത് അറിയുന്ന കപ്പലിലെ മറ്റുള്ള ആളുകൾ, അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മുകൾ തട്ടിലുള്ള ആളുകൾ, താഴെ തട്ടിലുള്ളവർ ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവരെ തടഞ്ഞില്ലെങ്കിൽ, ഈ പറയുന്ന ഇവരുടെ ഉദ്ദേശവുമായി, ഈ പറഞ്ഞ ഇവരുടെ ലക്ഷ്യവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പരിണിതഫലം? ഹലക്കു ജമിയാൻ, എല്ലാവരും നശിക്കുക എന്നതായിരിക്കും അതിൻ്റെ പരിണിതഫലം. എല്ലാവരും മുങ്ങി ചാവുക എന്നതായിരിക്കും അവസാനം സംഭവിക്കുക. ഇനി ഇവരിത് തിരിച്ചറിഞ്ഞ് വൈൻ അഹദു അല ഐദീഹിം നജൗ വനജൗ ജമിയാൻ, ഇനി ഇത് തിരിച്ചറിഞ്ഞ് ഇവരെ തടയാൻ ശ്രമിച്ചാലോ, ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ഏത് വഴിയാണോ സ്വീകരിക്കേണ്ടത് ആ രൂപത്തിൽ ഇവരെ തടഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? താഴെ തട്ടിലുള്ളവരും രക്ഷപ്പെടും, എല്ലാവരും ആ കപ്പലിലുള്ള യാത്ര ചെയ്യുന്ന എല്ലാവരും രക്ഷപ്പെടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഉപമ പറയുന്നത് അള്ളാഹുവിൻ്റെ ദീൻ, ശരിക്കും മതത്തിൻ്റെ നിയമങ്ങൾ, മൂല്യങ്ങൾ, ഇതൊക്കെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു സമൂഹത്തിനുണ്ടാകേണ്ട മനസ്ഥിതിയെക്കുറിച്ചും അവർ നിർവഹിക്കേണ്ട ഏറ്റവും വലിയൊരു ദൗത്യത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് ഇസ്ലാമികമായ സാങ്കേതിക ശബ്ദം എന്ന നിലക്ക് അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ എന്ന് പറയും. അഥവാ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെയും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അത് പ്രബോധനം ചെയ്ത ആളുകളെ എല്ലാവരെയും ആ നന്മയിലേക്ക് അടുപ്പിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക. എന്തൊക്കെ തിന്മകളുണ്ടോ അതിൽ നിന്നൊക്കെ ജനങ്ങളെ അകറ്റാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും താക്കീത് നൽകാനും അതൊക്കെ ജനങ്ങൾക്ക് വിലക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി അതിൽ നിന്നൊക്കെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക. ഇതിനാണ് അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ എന്ന് അറബിയിൽ ഇസ്ലാമിക സാങ്കേതിക ശബ്ദമായി പറയുക. വിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിൽ അതിൻ്റെ 110-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇങ്ങനെയാണ്. അഥവാ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട, ശരിയായ മതം ഉൾക്കൊണ്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ഉൾക്കൊണ്ട മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹം ഏറ്റവും ഉത്തമ സമുദായമായി, ഏറ്റവും ഉത്തമ സമൂഹമായി, ഖൈറു ഉമ്മ, ആ ഉമ്മത്ത് തന്നെ സമുദായം അല്ലെങ്കിൽ സമൂഹം എന്നൊക്കെയാണ് അർത്ഥം, ഏറ്റവും ഉത്തമ സമൂഹമായി മാറുന്നത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ആ ആയത്ത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്, കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമൂഹമാണ്. എങ്ങനെയാണ് നിങ്ങൾ? ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ, മാനവരാശിക്ക് എല്ലാ കാര്യങ്ങളിലും നേർമാർഗം കാണിച്ചു കൊടുക്കേണ്ട, അവരോട് നന്മ പറയേണ്ട, അവരോട് തിന്മകളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ട, അവരെ അകറ്റി നിർത്താൻ വേണ്ട ഏറ്റവും വലിയ ദൗത്യം ഏറ്റെടുക്കേണ്ട ആളുകളാണ് നിങ്ങൾ. അതിനുശേഷം തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ ഒരു ക്വാളിറ്റി കൊണ്ടാണ് മുസ്ലിം സമൂഹം ഏറ്റവും ഉത്തമ സമൂഹമായി മാറുന്നത്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. തഅ്മുറൂന ബിൽ മഅറൂഫ്, കാരണം നിങ്ങൾ നന്മ കൽപ്പിക്കേണ്ടവരാണ്, നിങ്ങൾ നന്മ കൽപ്പിക്കണം. വതൻഹൗന അനിൽ മുൻകർ, അതുപോലെ തന്നെ തിന്മ വിലക്കണം, തിന്മയെ തൊട്ട് ആളുകളെ നിങ്ങൾ തടയണം, അത് വേണ്ട കാര്യങ്ങൾ, തിന്മയിൽ നിന്ന് ആളുകൾ അകന്നു നിൽക്കാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രബോധനങ്ങളായും അതുപോലെ തന്നെ കഴിവിൻ്റെ രൂപത്തിൽ തിന്മയ്ക്കെതിരെ നിലകൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ സവിശേഷതകൾ ഉള്ളത് കൊണ്ടാണ് ഏറ്റവും ഉത്തമ സമൂഹമായി നിങ്ങൾ മാറുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 110-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് വെറുതെ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു സമൂഹം എന്നല്ല, ലോകത്ത് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതും ഏതൊരു സമൂഹത്തെ, ഏതൊരു സൊസൈറ്റി അല്ലെങ്കിൽ മാനവരാശിക്ക് മുഴുവൻ എന്തൊക്കെ സംസ്കാരങ്ങളും നാഗരികതകളും വന്നാലും മനുഷ്യൻ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി
അവനെ ഏറ്റവും നല്ല ഒരു സമൂഹമായി മുന്നോട്ട് പോകാൻ, നല്ല രൂപത്തിൽ ഒരു സമൂഹം ചലിക്കാൻ, ആ സമൂഹത്തിൻ്റെ വിജയത്തിന് നിദാനമാകാൻ ഈ ഒരു സവിശേഷത ഉണ്ടെങ്കിലാണ് സാധിക്കുക. ഒരുപാട് രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ഉദാഹരണമായി മറ്റൊരു വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട ഒരുപക്ഷെ സാധാരണ മുസ്ലിങ്ങൾക്കൊക്കെയും മനപ്പാടമുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ആസിർ, കാലം എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര്. വൽ ആസിർ എന്ന് തുടങ്ങുന്ന അധ്യായം. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, മാനവരാശി മനുഷ്യൻ അവൻ എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. ലഫീ ഖുസർ, എല്ലാവരും നഷ്ടത്തിലാണ്, നഷ്ടക്കാരായിത്തീരും. ആരൊഴിച്ച്? എന്നിട്ട് അള്ളാഹു 4 കാര്യങ്ങൾ പറയുന്നത് കാണാം. ഇല്ലല്ലദീന ആമനു, ശരിയായ വിശ്വാസമുള്ള, ഈമാനുള്ള, ശരിയായ രൂപത്തിൽ ആദർശം മനസ്സിലാക്കി ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിനെ മനസ്സിലാക്കി ആ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന ഏറ്റവും നല്ല രൂപത്തിലുള്ള ശരിയായ ആദർശമുള്ള ആളുകൾ. വാമിലു സ്വാലിഹാത്ത്, വിശ്വാസം മാത്രം പോരാ, അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ. അതുമാത്രമല്ല, മൂന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കിയ സത്യം, അതുപോലെ തന്നെ നന്മ തിന്മ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. വതവാസൗ ബിൽ ഹഖ്, ഹക്ക് ശരിയായ ഈ യാഥാർത്ഥ്യം സത്യം അത് പരസ്പരം ഉപദേശിക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്ന, എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ. വതവാസൗ ബിസ് സബ്ർ, നാലാമത്തേത് സ്വാഭാവികമായും ഇങ്ങനെയൊരു ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഏത് സമൂഹത്തിലായിക്കോട്ടെ, ഏത് കാലഘട്ടത്തിലായിക്കോട്ടെ, പിന്നെ നേരിടേണ്ടി വരുന്നത് ഒരിക്കലും പിന്നെ റോസാപുഷ്പങ്ങൾ വിരിച്ച ഒരു പരവതാനിയിലൂടെ ആരും സ്വീകരിക്കാനില്ല. ജനങ്ങളോട് നന്മ പറയുകയും ഇത് തിന്മയാണ്, ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറയുന്ന ഒരാളും സമൂഹത്തിൽ അങ്ങനെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം, സ്വാഭാവികം ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, ജനങ്ങളിൽ നിന്ന് കുത്തുവാക്കുകൾ ഏൽക്കേണ്ടി വരും, ആക്ഷേപ ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പോൾ അതിലൊക്കെ ക്ഷമ അവലംബിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ശരിയായ മാർഗ്ഗത്തിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുക. ഈ 4 കാര്യങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ മാനവരാശി, മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു അൽ അംറു ബിൽ മാറൂഫ് വന്നഹ്യു അനിൽ മുൻകർ എന്നത് ഒരു മതം എന്നതിനപ്പുറത്ത്, ഒരു ഇസ്ലാമികമായ ഒരു അധ്യാപനം എന്നതിനേക്കാൾ അപ്പുറത്തുനിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. ഒരു സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ, ഏറ്റവും ചുരുങ്ങിയത് ഒരു കുറച്ച് സംഘം ആളുകളെങ്കിലും ശരിക്കും നന്മകൾ പഠിപ്പിച്ചു കൊടുക്കാനും, തിന്മകൾ ഇത് തിന്മയാണ് കേട്ടോ, ഇതിലേക്ക് നിങ്ങൾ പോകരുത്, ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് ഇന്ന അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ആരും ഈ തിന്മ ചെയ്യരുത് എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ മാത്രമാണ് സമൂഹം ശരിക്കും മുന്നോട്ട് പോവുക എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. വെറുതെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് നമ്മളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക, ഒരു ഇൻഡിവിജ്വലിസം, ഒരു ഹൈപ്പർ ഇൻഡിവിജ്വലിസം, അതിൻ്റെയൊക്കെ പേരിൽ വ്യക്തിയാണ് ഏറ്റവും പ്രധാനം. എനിക്കെന്തും ചെയ്യാം, ആരും എന്നെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ആരും എൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാനോ ഒന്നും അവകാശമില്ല, എനിക്കെന്തും ചെയ്യാം, നന്മയോ തിന്മയോ എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്നൊരു സ്ഥിതി. ഇന്നത്തെ മാനുഷിക ബന്ധങ്ങൾ, അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ, മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, വൈവാഹിക ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ, പത്രത്തിലൂടെയും അതുപോലെ മാധ്യമങ്ങളിലൂടെയും മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകൾ, അല്ലെങ്കിൽ കോടതികൾ, അല്ലെങ്കിൽ ഭരണഘടനകൾ, ഇവക്കൊക്കെയും ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ കഴിയുന്നതിന് വളരെ ആഴത്തിലുള്ള പരിമിതിയുണ്ട് എന്നുള്ളതാണ്. വളരെ ആഴത്തിലുള്ള പരിമിതിയുണ്ട് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നതിലും. മനുഷ്യരെ നന്നാക്കുന്നതിൽ നിയമങ്ങൾക്കും ചട്ടക്കൂടുകൾക്കും അല്ലെങ്കിൽ CCTV ക്യാമറകൾക്കും പരിമിതിയുണ്ട്. അത് ഇല്ലാതാകുന്നൊരു സമയത്ത്, അതല്ലെങ്കിൽ ആ നിയമങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ നിയമപാലകർ ശരിക്ക് അവരുടെ ജോലി നിർവഹിക്കാത്ത സമയത്ത്, അല്ലെങ്കിൽ പലതരത്തിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുള്ള ഈ ലോകത്ത് ആളുകൾക്ക് തിന്മയിൽ ഏർപ്പെടാൻ ഒരുപാട് അവസരങ്ങളുണ്ട് എന്നതും, അത്തരം ചിന്തകളുള്ള ആളുകൾ അതിനെ നല്ല രൂപത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. എന്തിനേറെ പറയുന്നു, ഒരു അധ്യാപകന് സ്വന്തം വിദ്യാർത്ഥികളെപ്പോലും അവരോട് ഒരു നന്മ പറഞ്ഞു കൊടുക്കാനും, ഇത് ഇന്നതാണ്, ഇത് നിങ്ങൾ ചെയ്യണം എന്ന് പറയാൻ, ഒന്ന് ഉപദേശിക്കാൻ, അല്ലെങ്കിൽ ഒരു തിന്മ ഉണ്ട് അതിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു ലോകമായി, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് എന്തോ പിന്തിരിപ്പൻ ആശയമായ ആളുകൾ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഉപദേശം, ഒരു ഹദീസ് സൂചിപ്പിക്കാം. അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നന്മകൾ ഇങ്ങനെ എണ്ണി പറയുകയാണ്. ഒരു മനുഷ്യന് ദാനധർമ്മം കൊടുക്കുന്ന അതേ പ്രതിഫലം കിട്ടുന്ന കുറേ നന്മകൾ. അതിൽ ഒന്നാമതായി പ്രവാചകൻ പറയുന്നു, തബസ്സുമുക ഫി വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് അതൊരു സദഖയാണ്, അഥവാ അതൊരു ദാനധർമ്മത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന അതേ പ്രവർത്തനമാണ്. വഅംറുക ബിൽ മഅറൂഫി വനഹ്യുക അനിൽ മുൻകരി സദഖ, നന്മ കൽപ്പിക്കുക, ജനങ്ങളോട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, നല്ലതിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അതുപോലെ തന്നെ വനഹ്യുക അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക, തിന്മയിൽ നിന്ന് ആളുകളെ അകറ്റുക, തിന്മയിൽ നിന്ന് ആളുകൾക്ക് ബോധവൽക്കരണം നൽകുക, താക്കീത് നൽകുക, അതിൽ പരമാവധി ആളുകൾ പെടാതെ അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്, അതും
ഒരു ധർമ്മത്തിൻ്റെ പ്രതിഫലം നിനക്ക് നൽകുന്ന ഒന്നാണ്. വൈർഷാദു കറജുൽ ഫി അർദി ദലാലിലൊക്കെ സ്വതക്ക, വഴി അറിയാതെ വിഷമിക്കുന്ന അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ ഒരു യാത്രക്കാരനെ ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നത് അതും ദാനധർമ്മത്തിൻ്റെ സ്വതക്കയുടെ കൂലി കിട്ടുന്ന ഒന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യം വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുന്നത് അത് സ്വതക്കയാണ്. ഒരു മനുഷ്യന് വെള്ളം ആവശ്യമുള്ള അല്ലെങ്കിൽ ദാഹാർത്തനായ ഒരു മനുഷ്യൻ അയാളുടെ പാത്രത്തിലേക്ക് നിൻ്റെ പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അത് സ്വതക്കയാണ് എന്നിങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ കാണാം. അപ്പോൾ ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എണ്ണിയൊരു കാര്യമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത്. അംറു ബിൽ മാറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ എന്നത്. ഇത് നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മതം എന്നതിനേക്കാൾ അപ്പുറത്ത് സമൂഹത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ഒന്ന് വിശകലനം ചെയ്യാം. ഇപ്പോൾ ചരിത്രത്തിൽ നടന്ന ഒരുപാട് വലിയ നരനായാട്ടുകളുണ്ട്. അതുപോലെ ഒരു സമൂഹം അപ്പാടെ തന്നെ വലിയ തിന്മകളിലേക്ക് ആപതിച്ച അല്ലെങ്കിൽ അത്രത്തോളം വലിയ ദുരന്തങ്ങൾ സ്വയം വരുത്തി വെച്ച സംഭവങ്ങളുണ്ട്. മറ്റൊരു സമൂഹം ഇപ്പോൾ ഹോളോകോസ്റ്റ് പോലുള്ള നാസിസം എന്ന് പറയുന്ന ജർമ്മനിയിലുണ്ടായ ആ ഒരു ചിന്താഗതി അത് എങ്ങനെയാണ് അത് ഒന്നോ രണ്ടോ വ്യക്തികളല്ലല്ലോ, ഒരു വലിയൊരു സമൂഹം അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ വലിയൊരു വിഭാഗം ആളുകൾ അങ്ങനെ ചിന്തിക്കുകയും ആ ഒരു തിന്മയിലേക്ക് ഒരു കൂട്ടം ജൂതന്മാരെ അങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ കൊല്ലുന്നതിലേക്ക് വരെ നയിക്കുന്ന കാര്യം. അതിൽ രസകരമായി എടുത്ത് വായിച്ച ഹോളോകോസ്റ്റിൻ്റെ ഇരയായിരുന്ന പിന്നീട് നോബൽ സമ്മാന ജേതാവ് കൂടിയായിട്ടുള്ള ഈലി വിസൽ എന്ന് പറയുന്ന അദ്ദേഹം 1986 എൻ്റെ ഓർമ്മ, അദ്ദേഹത്തിന് നോബൽ സമാധാനത്തിനുള്ള പീസ് പ്രൈസ് സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകത്ത് നന്മ ചെയ്യുന്ന ആളുകളുമുണ്ട്, തിന്മ ചെയ്യുന്ന ആളുകളുമുണ്ട്. പല ആളുകളും വിചാരിക്കുന്നത് ഇതിലൊന്നും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ആളുകൾ ചെയ്യുന്നത് അത് ചെയ്തോട്ടെ, കുറേ ആളുകൾ നന്മ ചെയ്യുന്നു അത് ചെയ്തോട്ടെ, അവർ ചെയ്തോട്ടെ, നമ്മളിനി പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ലല്ലോ. വേറെ കുറേ ആളുകൾ കുറേ തിന്മ ചെയ്യുന്നുണ്ട്, അതിൽ നമ്മളിനി ഇടപെട്ടിട്ട് നമ്മളിനി എന്താണ് അവരെ ഉപദേശിച്ച് അവർ നന്നാവുമോ അല്ലെങ്കിൽ നമ്മളിനി ഉപദേശിച്ചിട്ട് വേണോ അവർ നന്നാവാൻ, അല്ലെങ്കിൽ നമുക്കതിൽ എന്ത് ചെയ്യാറുണ്ട് എന്നൊരു ചില ആളുകൾക്ക് ന്യൂട്രൽ പൊസിഷനൊക്കെ സ്വീകരിക്കുന്ന ആളുകൾ നമുക്ക് എന്നും കാണാം, അന്നും കാണാം, ഇന്നും കാണാം, ഇപ്പോഴും സമൂഹത്തിൽ അങ്ങനെ കാണാം. അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, വി മസ്റ്റ് ഓൾവേസ് ടേക്ക് സൈഡ്സ്. അദ്ദേഹം പറയാണ്, ഈ ഒരു ആശയം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് സ്വീകരിക്കൽ നിർബന്ധമാണ്. വി മസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയണം, അതായത് ഒന്നുകിൽ നന്മയുടെ സൈഡിൽ അല്ലെങ്കിൽ തിന്മയുടെ സൈഡിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ സ്വീകരിച്ചാലേ മതിയല്ലേ. ന്യൂട്രാലിറ്റി ഹെൽപ്സ് ദ ഒപ്രസർ. എപ്പോഴും ഒരു നിഷ്പക്ഷം എന്ന് പറയുന്ന ഒരു ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അത് ഒപ്രസറിനെ, ഈ തിന്മ ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ അടിച്ചമർത്തുന്നവരെ കൂടുതൽ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നെവർ ദ വിക്ടിം, ഒരിക്കലും മർദ്ദിതനെ അല്ലെങ്കിൽ ഇരയെ അല്ല അത് സഹായിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അവസാനം ഈ ഒരു സംസാരത്തിനിടയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കാണാം, സൈലൻസ് എൻകറേജസ് ദ ടോർമെൻറ്റർ, നെവർ ദ ടോർമെൻറ്റഡ്. എപ്പോഴും നിശബ്ദമായിരിക്കുക, അല്ലെങ്കിൽ നമ്മളതിനെ ഇടപെടാൻ പോകേണ്ട, നമ്മൾ ആ തിന്മയ്ക്കെതിരെ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നത് നിശബ്ദത പാലിക്കുക എന്ന് പറയുന്നത് എപ്പോഴും വേട്ടക്കാരൻ്റെ കൂടെ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവൻ്റെ അല്ലെങ്കിൽ അക്രമിയുടെ കൂടെയാണ്. അത് ആക്രമിക്കാൻ കൂടുതൽ സഹായകരമായി തീരുന്നത്, ആക്രമിക്കപ്പെടുന്നവനല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് കാണാം. അപ്പോൾ ഏതായിരുന്നാലും സമൂഹത്തിൽ ഇപ്പോൾ മുൻകാല സമൂഹങ്ങളിലായാലും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പഠിച്ചാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. ഒരു സമൂഹം എന്ന് പറയുന്നത് അത് നിലനിൽക്കണമെങ്കിൽ അതിന് ബാഹ്യമായിട്ടുള്ള നിയമത്തിൻ്റെ ചട്ടക്കൂടുകൾ മാത്രം പോരാ. ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിലെ ഓരോ മനുഷ്യനും നന്മകളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുകയും തിന്മകളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുകയും അത് സമൂഹത്തിൽ, അത് കുടുംബത്തിൽ തുടങ്ങി പിന്നെ തൻ്റെ ഫ്രണ്ട് സർക്കിളുകളിലും അതുപോലെ തന്നെ തനിക്ക് കഴിയുന്ന മേഖലകളിലൊക്കെ ഒരു തിന്മ കണ്ടാൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. കഴിവിൻ്റെ പരമാവധി അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന, അതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്ന ഒരു രൂപം, ഒരു നന്മ, അത് പരമാവധി ആളുകൾ നന്മയിലേക്ക്, ഒരു നന്മ മറ്റുള്ളവർക്ക് കൂടി പങ്കിട്ട് ആ നന്മ വളർന്നു വലുതായി ആ സമൂഹത്തിന് ആകമാനം ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് ആയിത്തീരുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നതാണ് ചെയ്യേണ്ടതെന്ന് കാണാം. അമേരിക്കയിലെ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെയൊക്കെ വലിയ നേതാവും മറ്റുമൊക്കെ ആയിരുന്ന പ്രസിദ്ധനായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, അദ്ദേഹം സമാനമായി ഇങ്ങനെ ഒരു ആശയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം നമുക്ക് കാണാം. ദ അൾട്ടിമേറ്റ് ട്രാജഡി ഈസ് നോട്ട് ദ ഒപ്രഷൻ ആൻഡ് ക്രൂവൽറ്റി ബൈ ദ ബാഡ് പീപ്പിൾ. ലോകത്ത് തിന്മ ചെയ്യുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട ആളുകൾ ചെയ്യുന്ന ക്രൂരതകൾ, അവർ ചെയ്യുന്ന തിന്മകൾ, അതല്ല അൾട്ടിമേറ്റ് ട്രാജഡി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ബട്ട് ദ സൈലൻസ് ഓവർ ദാറ്റ് ബൈ ദ ഗുഡ് പീപ്പിൾ. നല്ല ആളുകൾ അതിനെതിരെ പാലിക്കുന്ന നിശബ്ദതയാണ് അതിനേക്കാൾ വലിയ ട്രാജഡി, ഏറ്റവും വലിയ ആത്യന്തികമായ ട്രാജഡി എന്ന് അദ്ദേഹം പറയുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി, ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വസ്തുനിഷ്ഠമായ രൂപത്തിൽ മൊറാലിറ്റിയെ, ധാർമ്മികതയെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അഥവാ ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെ അവർക്കുള്ള കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരോട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മാനദണ്ഡം മുന്നിലുള്ളത് കൊണ്ട് തന്നെ എന്താണ് നന്മ എന്താണ് തിന്മ എന്നുള്ളത് കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളമാണ്.
അപ്പോൾ അത് മനസ്സിലാക്കിയ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ നന്മ എന്ന് പറയുന്നത് തങ്ങളിലേക്ക് മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് ലോകം മുഴുവൻ വ്യാപിക്കേണ്ടതാണ്. ആ നന്മ എല്ലാവരും അറിയേണ്ട, എല്ലാവരും പങ്കിടേണ്ട, എല്ലാവർക്കും അത് എത്തിച്ചേരേണ്ട ഒന്നാണ്. ഈ പിന്നെ തിന്മകൾ, മനുഷ്യ സമൂഹത്തിന് തന്നെ വിനാശകരമായ തിന്മകൾ, അത് എല്ലാവരെയും നമ്മൾ ബോധവൽക്കരിക്കേണ്ടതും ആ തിന്മകളിൽ നിന്ന് സമൂഹത്തെ പരമാവധി പിന്നോട്ട് വലിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ എന്ന് സ്വാഭാവികമായും വിശുദ്ധ ഖുർആൻ്റെ ഈ കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്നിങ്ങനെയുള്ള വാചകങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സൂചിപ്പിച്ചത് കാണാം, മൻ റഅ മിൻകും മുൻകറൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ, ഒരു തിന്മ നിങ്ങളിൽ ആരെങ്കിലും കണ്ടാൽ ഫൽ യുഗയ്യിർഹു ബിയദിഹി, അവന് അത് കൈക്കരുത്തുകൊണ്ട്, കൈ ഉപയോഗിച്ച് കായികമായി അതിനെ തടയാൻ സാധിക്കുമെങ്കിൽ അവനത് ചെയ്യണം. ഫഇല്ലം യസ്തത്യ ഫബി ലിസാനിഹി, ഇനി അവനത് സാധിക്കില്ല, ഇടപെട്ടുകൊണ്ട് കായികമായി ഇടപെട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയാൻ അവന് അവസരമില്ല, അല്ലെങ്കിൽ അതിന് സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്, അതിനുള്ള അധികാരം അവനില്ലാത്ത അവസ്ഥയിലാണുള്ളതെങ്കിൽ ഫബി ലിസാനിഹി, അവൻ്റെ നാവ് കൊണ്ട്, സംസാരം കൊണ്ട് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട്, ശബ്ദം ഉയർത്തിക്കൊണ്ട് അവൻ അതിനെതിരെ പ്രതികരിക്കണം, ആ തിന്മയെ തടയാൻ ശ്രമിക്കണം. ഫഇല്ലം യസ്തത്യ ഫബി ഖൽബിഹി, അതിനും സാധിക്കില്ല, കായികമായോ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ രൂപത്തിൽ ഒന്നും സാധിക്കില്ല എങ്കിൽ, കൈകൊണ്ടും നാവ് കൊണ്ടും സാധിക്കില്ലെങ്കിൽ ഫബി ഖൽബിഹി, അവൻ്റെ ഹൃദയം കൊണ്ടെങ്കിലും അവൻ അതിനെ തടയണം. അഥവാ ഹൃദയം കൊണ്ട് അതിനെ വെറുക്കുകയും അത്തരം ആളുകളെ പിന്നെ വെറുക്കുകയും അതിനോടൊപ്പം ചേരാതിരിക്കുകയും മനസ്സുകൊണ്ട് പൂർണ്ണമായി അതിൽ നിന്ന് വിടുതൽ നേടുകയും വേണം. വദാലിക അദാഫുൽ ഈമാൻ, ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ദുർബലമായ പടിയാണിത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഏറ്റവും അങ്ങേയറ്റത്തെ, ഏറ്റവും ലാസ്റ്റ് പടിയാണ് ഹൃദയം കൊണ്ടെങ്കിലും അതിനെ, ആ തിന്മയെ വെറുക്കുക എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ്, ഇസ്ലാമിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ശിഷ്യൻ, ഒന്നാമത്തെ ഖലീഫ, പ്രവാചകനോടൊപ്പം എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനം നമുക്ക് കാണാം. ഇന്നന്നാസ ഇദാ റഔ അദ്ദാലിം, ഒരു സമൂഹം, ആ സമൂഹം ഒരു അക്രമിയെ കാണുകയാണ്, അവരിൽ ഒരു അക്രമിയുണ്ട്, അക്രമിയെ കാണുന്നു, ഫലം യഖുദു അലാ യദിഹി, ആ അക്രമിയെ തടയാൻ ആരും ശ്രമിക്കുന്നില്ല, ആ സമൂഹം മുഴുവൻ നിശബ്ദത പാലിക്കാൻ, അല്ലെങ്കിൽ ആ തിന്മ തടയാൻ ആർക്കും ആഗ്രഹമില്ല, അവരൊക്കെയും അക്രമം ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എങ്കിൽ ഔഷക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻ ഇൻദിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ശിക്ഷ നടപ്പാക്കുക എന്ന് പറയുന്നത്, അവർക്കുള്ള ദുരന്തം, ശിക്ഷകൾ വരിക എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ചായിരിക്കും ബാധിക്കുക, അത് ആ അക്രമിയെ മാത്രം ആയിരിക്കില്ല. വിശുദ്ധ ഖുർആനിലും സമാനമായ വചനങ്ങൾ നമുക്ക് കാണാം. വത്തഖു ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ നിന്ന് അക്രമികൾക്ക് മാത്രമായി, അവർക്ക് മാത്രമായിട്ടല്ല ശിക്ഷകൾ ബാധിക്കുക, പിന്നെ പരീക്ഷണങ്ങൾ വരിക, എല്ലാവരെയും ഒരുമിച്ച്. കാരണം ഒരാൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അത് തടയേണ്ട ബാധ്യത അത് കൂടെയുള്ള, അയാളെ അറിയുന്ന, പ്രത്യേകിച്ച് അയാളുടെ മേൽ അധികാരമുള്ള ആളുകളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവർക്കും, അതല്ലെങ്കിൽ പിന്നെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക്, അങ്ങനെ ഏതൊക്കെ ആളുകൾക്ക് അത് കഴിയുമോ അവരൊക്കെയും ആ തിന്മയിൽ നിന്ന് ഒരാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതിന് ഒരു സമൂഹം തയ്യാറല്ലെങ്കിൽ ആ സമൂഹം മുഴുവൻ ആ ശിക്ഷയ്ക്ക് അർഹരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലായിരുന്നാലും ചെറിയ ചെറിയ നന്മകളും ചെറിയ ചെറിയ തിന്മകളുമൊക്കെ ആളുകൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പിന്തിരിപ്പനെന്നും അല്ലെങ്കിൽ എന്ത് പറഞ്ഞ് നമ്മൾ ആക്ഷേപിച്ചാലും, ശരിക്ക് ഒരു മുസ്ലിമിൻ്റെ, ഒരു സമൂഹത്തിൽ, ഒരു രാഷ്ട്രത്തിൽ, ഒരു രാജ്യത്തിൽ, ഏത് തരം സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം ആയിരുന്നാലും അയാളുടെ ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഗുണമാണ് നന്മകൾ തനിക്ക് മനസ്സിലായ നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക, പിന്നെ തിന്മകളിൽ നിന്ന് ആളുകളെ തടയുക, അതിനു വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാഠം, അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ എന്നുള്ള ഈ പാഠം വിശുദ്ധ ഖുർആനിലെ കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്ന ഈ ഒരു വിശുദ്ധ വചനം, അത് എന്നെന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമായി, വലിയ ഗുണപാഠങ്ങളായി, തിരിച്ചറിവുകളായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടെ പിന്നെ പ്രതിഫലിക്കുന്ന ഒന്നായി മാറട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.